ഹലോ ഗെയ്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിലം പരണ്ടയാണ്. നിലം പരണ്ട അഥവാ നിലം പുള്ളടി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചെറു സസ്യത്തിനെ കുറിച്ചാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബാക്കി വിവരങ്ങൾക്കായി വരൂ ഗൈസ്. ഇരിപ്പിടത്തിന് അടുത്തായും പുൽമേടുകളിലും മുറ്റങ്ങളിലും നിസ്സാരമായി വളരുന്ന എന്നാൽ അധികം ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് നിലം പരണ്ട. നിങ്ങൾക്കിതിനെ നിലം പുള്ളടി, ചെറുപുള്ളടി അല്ലെങ്കിൽ നിലം പരണ്ട എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. നിലം പരണ്ട ഒരു ചെറിയ പുല്ലുവർഗ സസ്യമാണ്. നിലത്ത് പറ്റി വളരുന്ന അനേകം ശാഖകളുള്ള ഈ സസ്യം കേരളത്തിൽ എന്നും കാണാറുള്ളവയാണ്. പുൽമേടുകളിലും മുറ്റങ്ങളിലും എളുപ്പത്തിൽ വളരുന്ന നിലം പരണ്ടയ്ക്ക് ചുവപ്പ് കലർന്ന വയലറ്റ് അല്ലെങ്കിൽ ഇളം പിങ്ക് നിറത്തിലുള്ള ചെറുപൂക്കളാണ്. ഇതിൻ്റെ വിത്തുകൾ ജന്തുക്കളുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് തന്നെ വ്യാപിക്കുന്നു. നിലം പരണ്ടയുടെ ഇലയ്ക്ക് രണ്ട് രൂപങ്ങളുണ്ട്, അടയാളമുള്ളതും ഇല്ലാത്തതും. അതിൽ അടയാളമില്ലാത്ത ഇലകൾ ഔഷധ ഗുണം കൂടുതലുള്ളവയാണ്. പ്രത്യേകിച്ച് കരളിൻ്റെ ആരോഗ്യത്തിനും വയറിൻ്റെ വിഷാംശം നീക്കുന്നതിനും നിലം പരണ്ട ഒരു അത്ഭുത ഔഷധ സസ്യമാണ്. സമൂലം ഉപയോഗിക്കാൻ കഴിയുന്ന ഈ സസ്യം ചുമ, ദഹനക്കേട്, ആസ്മ, ത്വക്ക് രോഗങ്ങൾ, പിത്തം, അപസ്മാരം, വിഷം തുടങ്ങിയ നിരവധി രോഗങ്ങൾക്ക് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നു. എട്ടുകാലി വിഷം, തീപൊള്ളൽ കൊണ്ടുള്ള വ്രണം, രക്തസ്രാവം, സ്ത്രീരോഗങ്ങൾക്ക് തുടങ്ങിയ ആയുർവേദ ചികിത്സയിൽ ഈ സസ്യം ഉപയോഗിക്കാറുണ്ട്. വയറ് ശുദ്ധിയാക്കുന്നതിനും വയറ്റിലെ വിഷാംശം നീക്കുന്നതിനും നിലം പരണ്ടയ്ക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. വെള്ളം തിളപ്പിച്ച് കുടിക്കാനും കർക്കിടക കഞ്ഞിയിൽ ഉപയോഗിക്കാനും ഇത് തോരൻ വെച്ചും ഉപയോഗിക്കാറുണ്ട്. ഈ ചെറു സസ്യം ലിവർ സിറോസിസ്, മൂലക്കുരു, മുഖക്കുരു, ചർമ്മരോഗങ്ങൾ പലതും അതിനായി എല്ലാം ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യൂ. അതിനോടൊപ്പം ലൈക്കും ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ അമർത്തൂ. താങ്ക് യു.